ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ആനയെ ചെറിയ കയറിൽ കെട്ടിയിടുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താരതമ്യം ചെയ്യാം. വലിയ ആനകൾക്ക് ചെറിയ ചെങ്ങല പൊട്ടിക്കുക എന്നുള്ളത് വളരെ വലിയ പ്രശ്നമൊന്നുമല്ല. എന്തുകൊണ്ടാണ് അവർ പൊട്ടിക്കാത്തത്? അവരെ ചെറുപ്പം മുതലേ അതിൽ തളച്ചിട്ടത് കൊണ്ടാണ്. അവർക്കൊരു ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, എന്നെ കൊണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റില്ല. കാരണം ചെറുപ്പത്തിൽ പൊട്ടിക്കാൻ ട്രൈ ചെയ്ത സമയത്ത് അവരുടെ കാലുകൾക്ക് ചെറിയ മുറി പറ്റുകയും പെയിൻ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്, അതിൽ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ കാലിൽ കെട്ടിയിട്ടുള്ള, ദാറ്റ് മീൻസ് നമ്മളെ മനസ്സിൽ കെട്ടിയിട്ടുള്ള ഒരുപാട് ചെങ്ങലകളുണ്ട്. ചെറുപ്പകാലത്ത് എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ, എൻ്റെ കൊക്ക് ഇത്ര വലുപ്പമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് എക്സാക്ട്ലി ലൈഫിൽ വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന ആളുകൾ ആരും ജന്മന വലിയ കൊക്കും കൊണ്ട് ജനിച്ചവരല്ല. അത് നിങ്ങൾക്ക് ഞാനിപ്പം ഈ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ള APJ അബ്ദുൽ കലാം സാറിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പഠിക്കാൻ ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷൻസിൽ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ എമൗണ്ട്, അന്നത്തെ വലിയ എമൗണ്ട് ആണ്, അത് കണ്ടെത്തിയിട്ടുള്ള സിറ്റുവേഷൻ പറയുന്നുണ്ട്. യൂസുഫ് അലി സാറൊക്കെ വളർന്ന ഒരു സിറ്റുവേഷൻ, അദ്ദേഹത്തിന് ഡെയിലി എന്നുള്ള രീതിയിൽ മോർണിംഗും നൈറ്റും ഈവൻ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ പോലും അദ്ദേഹം വർക്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരാരും എൻ്റെ കൊക്ക് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആളുകളല്ല. അവരവരെ ഓപ്പർച്യൂണിറ്റീസ്, ദാറ്റ് മീൻസ് അവരെ കുക്കിനെ വലുതാക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ്.